ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ നോമ്പ് സമാഗതമാവുകയാണ്. 50 ദിവസമാണ് മൊത്തം നോമ്പ്. എന്നാൽ ആദ്യത്തെ 40 ദിവസം കഷാനുഭാഴ്ചയ്ക്കുള്ള മുന്നൊരുക്കമാണ്. ആത്മശരീര ദേഹികളെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കം. തുടർന്ന് 40-ാം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഉയർപ്പ് പെരുന്നാളിലേക്കുള്ള അനുഗ്രഹത്തിൻ്റെ കാൽവെപ്പുകളാണ്. ഈ പ്രാവശ്യം പ്രത്യേകിച്ച് പരിശുദ്ധ സഭ 40-ാം വെള്ളിയാഴ്ച വിശുദ്ധ മോറോൻ കൂദാശ നടത്തുന്നു എന്നതും പ്രത്യേകമാണ്. അതിനു മുമ്പ്, ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തുന്ന ഒരു വലിയ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ശുഭക്കോനോ ശുശ്രൂഷ. ശുഭക്കോനോ ശുശ്രൂഷ എന്ന് ഉദ്ദേശിക്കുന്നത് സുറിയാനി വാക്കാണ്. മറ്റുള്ളവരോടെല്ലാം നിരപ്പാകുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് വേണം നോമ്പിലേക്ക് പ്രവേശിക്കാൻ. നിന്റെ സഹോദരന് വല്ലതും നിന്നെക്കുറിച്ചുണ്ടെന്ന് തോന്നിയാൽ നീ വഴിപാട് അവിടെ വെച്ച് അവനുമായിട്ട് നിരന്ന് വന്നിട്ട് വഴിപാട് അർപ്പിക്കുവാനാണല്ലോ കർത്താവ് പറഞ്ഞത്. മാത്രമല്ല, ക്രിസ്തീയ സഭ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സഭയാണ്. അതുകൊണ്ടാണ് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും പ്രവർത്തകരായാലും എല്ലാം അതിനകത്ത് വേറൊരു ഉദ്ദേശമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനം ആ സ്നേഹത്തിൻ്റെ. വിശുദ്ധ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പോ ബലമോ ഇല്ല. വെറുതെ മണലിൽ വരച്ചതുപോലെ കടൽ തീരത്ത് മണലിൽ വരച്ചാൽ ഒരു തിര വന്നാൽ മാഞ്ഞു പോകുന്നവർ പോവുകയുള്ളൂ. അപ്പോൾ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും നോമ്പ് നോക്കുകയും ഉപവസിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ശുഭക്കോനോ ശുശ്രൂഷ തൊട്ട് മുമ്പിൽ വയ്ക്കുന്നത്. അതൊരു പ്രകടനമല്ല. ഇതിനെ ദുരുപയോഗം ചെയ്യുന്നവരും അത് വീടുകളിലുണ്ട്, സമൂഹത്തിലുണ്ട്. അവരവരുടെ കാര്യസാധ്യതന് പാപങ്ങളുടെ മേൽ ഇതാരോപിക്കും. നീ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നിരന്നിട്ട് ചെയ്യുവാനല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറയും. അതേസമയം ക്രൂരപ്രവർത്തികൾ ചെയ്യുന്നവരാണ് അത് പറയുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്യുന്നത്, വലിയ പ്രവർത്തികൾ. പക്ഷെ ഓർക്കുക, ദൈവം തമ്പുരാൻ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സീനായ് പർവ്വതത്തിൽ വെച്ച് കർത്താവ് പിതാവാം ദൈവം പറയുന്നുണ്ട്, മോശ വഴി ജനത്തോട്, നീ നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ അവനുമായി നിരന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. അതായത് സഹോദരനോട് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുമായി നിരന്നിട്ട് തിരിച്ചെൻ്റെ അടുത്ത് വരണം, അപ്പോൾ നിന്നോട് ക്ഷമിക്കുകയുള്ളൂ. കുരിശിൽ കർത്താവ് പിതാവാം ദൈവത്തോട് പറയുന്നുണ്ട്, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥത കിട്ടിയില്ലല്ലോ. എന്താ കാര്യം? അവർ ചെയ്തത് ഭയങ്കരമാണ്. പക്ഷെ പുത്രൻ തമ്പുരാൻ കാണിച്ചു തന്നത് നമുക്കുള്ള മാതൃകയാണ്. നാം ക്ഷമിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ്, അത് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ഈ നോമ്പും ഉപവാസവും ഉയർപ്പ് പെരുന്നാളും വിശുദ്ധ മോറോൻ കൂദാശയെല്ലാം അനുഗ്രഹത്തിനും കൃപയ്ക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സഭയുടെ ഐശ്വര്യത്തിനും സമൂഹത്തിൻ്റെ ഐശ്വര്യമായി തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കെടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.